Hi guys, welcome back to my channel. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോറൻ എ വൈഫ് ഫ്രം ദി ഫ്യൂച്ചർ. ആക്ച്വലി സിനിമൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് നിറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ എഡിറ്റുകളും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ നല്ലൊരു സിനിമയാകുന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടു നോക്കിയതാണ്. ആക്ച്വലി ഇതൊരു ഇന്തോനേഷ്യൻ സിനിമയാണ്. ഓക്കെ, ഇന്തോനേഷ്യൻ ബേസ് അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉള്ള ഒരു ടൈപ്പ് സിനിമയാണ്. ഫോട്ടോഗ്രാഫിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഞാൻ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇതൊരു നമ്മുടെ തമിഴ് 96 ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സിനിമയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ബട്ട് എന്താ പറയുക, ഒരു ലോൺലി ആയിട്ടുള്ള ഒരു ഭയങ്കര ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കര ലോൺലി ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളുടെ ലൈഫിലോട്ട് അയാൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ സൈഡിൽ, ബെഡിൻ്റെ സൈഡിലൊരു സ്ത്രീ ഇരിക്കുന്നു. ആളുടെ ഫ്യൂച്ചർ വൈഫാന്ന് പറയുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് സ്റ്റോറി എന്ന് വിചാരിച്ചാലും വേറെ വഴിക്കാണ് സ്റ്റോറി പോകുന്നത്. കണ്ടു കഴിഞ്ഞ ഒരു കൊറിയൻ സിനിമയുടെ ചായകളൊക്കെ ഉണ്ട്. സ്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിട്ടോ. നല്ലൊരു സിനിമയാണ്. സിനിമാട്ടോഗ്രാഫിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് വിഷ്വലി മുട്ടായില്ലേ, മ്യൂസിക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ടൈം പീരീഡാണ്. മീൻസ് നമ്മുടെ ഹീറോ സ്റ്റാർട്ടിങ്ങിൽ മറ്റേ നോർത്ത് പോളിൽ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ആളെടുത്തത് ഡിജിറ്റൽ ക്യാമറ. പക്ഷേ ആൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് മറ്റേ ആൻറ്റിക് ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്ത പോലെ, മറ്റേ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള പ്രിൻ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. മീൻസ് പിന്നെ ഹീറോയിൻ്റെ കയ്യിൽ മാത്രം സ്മാർട്ട് ഫോൺ, പിന്നെ വേറെ ആരുടെ കയ്യിലും ഡിജിറ്റലായിട്ടുള്ള ഒന്നും കാണാനില്ല. മീൻസ് ഫോണോ ലാപ്ടോപ്പോ ഒന്നുമില്ല. സോ എനിക്കിതിൻ്റെ ടൈം ലൈൻ ഒരു ഡൗട്ട് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഭയങ്കര രസമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ആക്ച്വലി നല്ലൊരു സ്റ്റോറി തന്നെയാണ്, നല്ലൊരു സിനിമ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽ ലൈഫിലാണെങ്കിൽ ഓക്കെ, ഒരാളുടെ ഹാബിറ്റ് നമുക്ക് സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരു മണ്ടത്തരാണ്. ആക്ച്വലി നമ്മുടെ ലൈഫ് നമ്മൾ കളഞ്ഞ ഒരാളുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടൈം ഇസ് വെരി ഷോർട്ട് ആൻഡ് ടൈം ഇസ് വെരി വാല്യുബിൾ. സ്വയമായിട്ട് ആൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്ന് വിചാരിക്കുക, അല്ലാണ്ട് നമ്മളായിട്ട് സ്നേഹിച്ച് മാറ്റാൻ നിൽക്കണ്ട. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു സിനിമയൊക്കെ തന്നെ തോന്നുന്നത്. നിങ്ങൾ സിനിമ കണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമ്പനിയിൽ രേഖപ്പെടുത്താൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.